ഞങ്ങളിത് മഹേഷേട്ടൻ്റെ അടുത്ത് വന്നപ്പോൾ ഉള്ള പാർക്കിൽ വന്നതാണ്. ഇതൊക്കെയാണ് ഒരു ചിൽഡ്രൻസ് പാർക്ക്. മരങ്ങൾ കൊണ്ട് കുറേ സ്ലൈഡറുകളും കമ്പുകളും കോലുകളും വെച്ച് പല വിധത്തിൽ പാർക്കുകൾ. അതുപോലെ തന്നെ പിള്ളേർക്ക് കയറിയും കളിക്കാനുള്ള കുറേ സ്പേസസ്. നമ്മുടെ ടീംസൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ കൂടെ വന്ന ആളുകൾ. ഇതാണ് ഇതിൻ്റെ മറ്റൊരു അടിപൊളിയൊരു അട്രാക്ഷൻ. കുട്ടികൾക്ക് മാത്രമായി സേഫായി വെള്ളത്തിൽ ഇറങ്ങി കളിക്കാനുള്ളൊരു സൗകര്യം. ഓക്കെ, ഇത്ര കല്ലുകളൊക്കെ ഇട്ട് നമ്മുടെ ചെറുതതിനകത്തേക്ക് പോകുന്നു. ഇവിടെ പിള്ളേർക്ക് ഏറ്റവും സേഫായിട്ട് കളിക്കാം. മുങ്ങുമെന്നുള്ള പേടി വേണ്ട. വളരെ മനോഹരമായി പാർക്കുകളൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. ഇതാണ് മഹേഷേട്ടൻ്റെ വൈഫും 2 പിള്ളേരുണ്ട്. മീൻ പിടിക്കുന്ന കലാപരിപാടികളിലേക്കാണ് അടുത്ത് പോകുന്നത്. നമ്മുടെ നാട്ടിലെ തോട്ടുവെക്ക് പോലൊക്കെ തന്നെ സൈഡിലൊക്കെ ഒരുതരം പുല്ലുണ്ട്. നടുക്കൂടെ ഞങ്ങളുടെ മീൻപിടുത്തം കാണാൻ വേണ്ടി എത്തിയ 2 താറാക്കുട്ടങ്ങൾ. നല്ല ഡക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയ സാധനം. തുഴഞ്ഞു വന്നാൽ മതി. ഇവിടുന്ന് കരിയൂൽ വരുന്നുണ്ട്. വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്രയായിരുന്നു. ഒരു മീനെയും കിട്ടിയില്ലെങ്കിലും പ്രതീക്ഷ കൈവിടാതെ മീനുകളുടെ പുറകെയാണ്. ചെറിയ സാങ്കേതികവിദ്യയിൽ നിന്ന് മാറി നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മീൻ പിടിക്കാൻ വേണ്ടി പോവുകയാണ്. ഇത്തവണ മീൻ നമ്മൾ പിടിച്ചിരിക്കും. ഇന്ന് ആ മീൻ കൂട്ടി ഫ്രൈ ചെയ്ത് 2 പെഗ് പിടിച്ചിട്ട് നമ്മൾ കിടക്കുള്ളൂ. സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്കൂ, ചിഞ്ചുത ബിയർ കുടിക്കുക. ഓക്കെ, വള്ളവും വലയുമായി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇതാണ് ഞങ്ങളുടെ പണി സാധനങ്ങൾ. ഇതെന്താണത്? നടക്ക്. അടുത്ത് നമ്മൾ ഇവിടെ തന്നെയുള്ളൊരു മീനുകളും അരയന്നങ്ങളും ഉള്ളൊരു സ്ഥലത്തേക്ക്. ആഹാ, ഫാമിലി ആയിട്ടാ വന്നിരിക്കുന്നത്. തലകുത്തി നിന്ന കേട്ടോ ഇര പിടിക്കുന്നത്. നമ്മൾ വന്നോണ്ട് വന്നു. നോക്കി എന്തോരം താറാവുകൾ. അങ്ങനെ മീൻ പിടിക്കാനുള്ള സാധ്യതകൾ കണ്ടതേ തിരിച്ചു പോകുന്നു.